കൂടുതൽ ക്രെഡിറ്റുകൾ സമ്പാദിക്കാനായി തന്റെ സമയം മുഴുവൻ സൈക്കിൾ ചവിട്ടാൻ അദ്ദേഹം ചിലവഴിച്ചു. അധികം വൈകാതെ അദ്ദേഹത്തിന്റെ ബാലൻസ് 3 ലക്ഷമിൽ നിന്ന് 5 ലക്ഷമായി ഉയർന്നു. 15 ദശലക്ഷം ക്രെഡിറ്റുകൾ എത്രയും വേഗം നേടണമെന്ന തീരുമാനത്തോടെ അവൻ മറ്റുള്ളവരുടെ ബാക്കി വന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. താൻ സാധാരണയായി വെറുക്കാറുള്ള പരസ്യങ്ങൾ വന്നാൽ പോലും അവ ഒഴിവാക്കാൻ ക്രെഡിറ്റുകൾ ചിലവഴിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരൊറ്റ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഒടുവിൽ 7 ലക്ഷം ക്രെഡിറ്റുകൾ നേടി. സ്വന്തമായി ഒരു സ്റ്റേജ് പ്രകടനത്തിനായി അദ്ദേഹം പരിശീലനം പോലും തുടങ്ങി. തുടർന്ന് ദിവസങ്ങളോളം അദ്ദേഹം വീണ്ടും സൈക്കിൾ ചവിട്ടാൻ പോയി. ഒടുവിൽ അദ്ദേഹത്തിന്റെ ബാലൻസ് 2 ദശലക്ഷം കടന്നു. മാസങ്ങളോളം നീണ്ട കഠിനമായ അധ്വാനത്തിനൊടുവിൽ അവൻ 15 ദശലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിട്ടു. അന്നു രാത്രി തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ക്രെഡിറ്റുകളും ഒരു റിയാലിറ്റി ഷോയുടെ ടിക്കറ്റിനായി അദ്ദേഹം ചിലവഴിച്ചു. വേദിയിലേക്ക് കയറുന്നതിന് മുൻപ് ആബിയുടെ മുൻ പ്രകടനത്തിൽ ഉപയോഗിച്ച ഒരു ഒഴിഞ്ഞ ഡ്രിങ്കിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് അധികൃതരെ കബളിപ്പിച്ച് അദ്ദേഹം അകത്തു കടന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം സ്റ്റേജിന്റെ മധ്യഭാഗത്തെത്തി. ജഡ്ജിമാർ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. സംഗീതം തുടങ്ങിയപ്പോൾ അവൻ തന്റെ പ്രകടനം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ അതിശയോക്തി കലർന്ന ചലനങ്ങൾ കാണികളെ പെട്ടെന്ന് ആവേശത്തിലാക്കി. എന്നാൽ പെട്ടെന്ന് എല്ലാം മാറിമറിഞ്ഞു. അവൻ പൊട്ടിയ ഒരു ഗ്ലാസ് കഷ്ണം തന്റെ കഴുത്തിൽ വെക്കുകയും അടുത്തെത്തരുതെന്ന് ക്രൂ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. തന്റെ ജീവിതത്തെ നിർവചിച്ച അർത്ഥശൂന്യമായ ആ സൈക്കിളുകളെപ്പറ്റി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ലക്ഷ്യമില്ലാതെ എല്ലാവരും ദിവസവും സൈക്കിൾ ചവിട്ടുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജഡ്ജിമാർ തീരെ മതിപ്പ് തോന്നാത്തവരായിരുന്നു. പകരം അതൊരു പ്രകടനത്തിന്റെ ഭാഗമാണോ എന്ന് അവർ ചോദിച്ചു. അവൻ അവിശ്വസനീയതയോടെ അവിടെ നിന്നു. ജഡ്ജിമാർ അതിനെ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമായി വിശേഷിപ്പിച്ചു. ആഴ്ചയിൽ 2 തവണ സംപ്രേഷണം ചെയ്യുന്ന സ്വന്തം ഷോയും അവർ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. ദിവസവും സൈക്കിളിൽ സമയം കളയുന്നതിനേക്കാൾ മികച്ച ജീവിതമാണ് അതെന്ന് അവർ പറഞ്ഞു. ആ ഓഫർ മുന്നോട്ട് വെച്ച നിമിഷം തന്നെ കാണികൾ ആർപ്പുവിളികളുമായി എഴുന്നേറ്റ് നിന്നു. ആരവങ്ങൾക്ക് നടുവിൽ ആ ഓഫർ സ്വീകരിക്കുകയല്ലാതെ അവന് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. താമസിയാതെ അദ്ദേഹം പ്രശസ്തനായ ഒരു ടെലിവിഷൻ വ്യക്തിത്വമായി മാറി. സ്റ്റേജിൽ അദ്ദേഹം കൊണ്ടുപോയ ആ ഗ്ലാസ് കഷ്ണം പോലും ഒരു പ്രശസ്തമായ വെർച്വൽ ഫാഷൻ ട്രെൻഡായി മാറി. അധികം താമസിയാതെ അദ്ദേഹം വളരെ വലിയൊരു മുറിയിലേക്ക് താമസിച്ചു.